कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे ഗംഗ, യമുന എന്ന് തുടങ്ങി സപ്തനദികളുടെ പുണ്യമറിഞ്ഞ് വളർന്ന ഒരു സമൂഹം. അതിന് ഭാരതീയത എന്ന് പേരിടാം. ഭാരതീയതയിൽ തന്നെ തീർത്ഥപ്രധാനമായ വിശ്വാസങ്ങൾ നിലകൊള്ളുന്ന കേരളം. കേരളഭൂവിലൂടെയുള്ള നമ്മുടെ സഞ്ചാരം ഉദയാമൃതത്തിൽ പുരോഗമിക്കുമ്പോൾ മണത്തണ എന്ന ഗ്രാമത്തിൻ്റെ പ്രത്യേകതകൾ കൂടുതൽ നാം അറിയുകയാണ്. ഇവിടെ കുളങ്ങളുണ്ട്, കാവുകളുണ്ട്, കാടുകളുണ്ട്, വിശ്വാസമുണ്ട്, ആചാരമുണ്ട്, മനുഷ്യജീവിതത്തിൻ്റെ നല്ല സംസ്കാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മണത്തണയെ ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര. ഇന്നത്തെ പ്രഭാതത്തിൽ നാം ഇരിക്കുന്നത് ഇവിടുത്തെ പൂക്കുളം എന്ന് പണ്ട് പേരുണ്ടായിരുന്ന പുത്തൻകുളത്തിലാണ്. ഈ കുളം ഇതുപോലെ നിരവധി കുളങ്ങൾ ഈ ക്ഷേത്രഭൂമിക്കും അല്ലെങ്കിൽ മണത്തണ ഗ്രാമത്തിലുമായിട്ടുണ്ട്. അതിലേറ്റവും പുരാതനമായ കുളങ്ങളിൽ ഒന്നാണ് ആക്കൽ തറവാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുളം. ഈ കുളത്തിന് പ്രാധാന്യമുണ്ട്. മണത്തണയെ മനോഹരമാക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ കുളം. വലിപ്പമേറെയുള്ള പൂക്കുളം. ഈ പൂക്കുളവും ഈ പൂക്കുളത്തിൻ്റെ തീരത്തെ ചില ചരിത്ര സംഗതികളും വിശ്വാസങ്ങളും ഒക്കെ അറിയുക എന്ന ഉദ്ദേശം ഈ ദിവസത്തെ യാത്രയ്ക്കുണ്ട്. ഇതുകൂടാതെ മറ്റൊന്നു കൂടിയുണ്ട്. ഇതൊരു ശിവഭൂമിയാണ് എന്ന് മനസ്സിലാക്കുന്നു. ശാക്തേയ സമ്പ്രദായങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ ശിവപരിവാര സാന്നിധ്യവും ഇവിടെയുണ്ടോ എന്ന അന്വേഷണ യാത്രയാണ് ഇന്ന് നടത്തുന്നത്. ഏതായാലും ജലവിശുദ്ധി ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം. ആദ്യം ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ ഏതു പ്രവൃത്തി ചെയ്യുമ്പോഴും ഈശ്വരസ്മരണ വിടാതെ കാത്തു സൂക്ഷിക്കണം. എവിടെയിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ആ സ്ഥലം തൊട്ടു വന്ദിച്ചതിനു ശേഷമേ ആകാവൂ. ഈശ്വരസ്മരണ നിലനിർത്താൻ ഇത് സഹായിക്കും. നമ്മുടെ ശീലം മറ്റുള്ളവരിലും ആ സ്വഭാവം വളർത്താൻ സഹായിക്കും. അമ്മയുടെ ഈ വാക്കുകളിലൂടെ ഈശ്വരസ്മരണയെ അറിയുവാൻ നമുക്കാകട്ടെ. പൂക്കുളത്തിനരികിൽ ഒരു ഗണപതി സാന്നിധ്യമുണ്ട്. ആ ഗണപതി സാന്നിധ്യത്തെ കാണുവാനാണ് മണത്തണയിലെ ഇന്നത്തെ യാത്രയിൽ നാം ആദ്യം തയ്യാറെടുക്കുന്നത്. ഗണപതി സാന്നിധ്യം എന്ന് പറയുമ്പോൾ ശിവപുത്രഭാവമാണ്. മാത്രമല്ല ശക്തിയുടെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഏറ്റുവാങ്ങുന്ന, ശക്തിയുടെ വാത്സല്യങ്ങൾ ഏറ്റുവാങ്ങുന്ന, പാർവതിയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്ന ഗണപതി സാന്നിധ്യമാണ് മണത്തണയിലുള്ളത് എന്നൊരു വിശ്വാസമുണ്ട്. ഈ കുളത്തിന് കരയിലെ അരയാൽ തറകൾ, ധാരാളം അരയാൽ തറകളുള്ള പ്രദേശമാണിത്. ഈ അരയാൽ തറയിൽ അരയാൽ മഠം എന്നൊരു ഗണപതി ക്ഷേത്രമുണ്ട്. ആ ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് വീതിയോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. വലിപ്പമില്ല, വളരെ ചെറിയൊരു സാന്നിധ്യമാണ്.
പക്ഷേ പഴക്കം എത്രയെന്ന് പറയാനാകില്ല, അതിനകത്തെ വിശ്വാസങ്ങൾക്ക് പഴക്കം എത്രയെന്ന് പറയാനാകില്ല. ക്ഷേത്രം വളരെ പുതിയതാണെന്ന് കാണാം. നാളികേരം മുടച്ച് ഭക്തർ പ്രാർത്ഥിക്കുന്ന വിഘ്നായക തിരുസന്നിധിയിലേക്കാണ് ഈ പ്രഭാതത്തിൽ തുടക്കത്തിൽ തന്നെ നാം എത്തുന്നത്. വിനായകൻ വിഘ്നങ്ങളെല്ലാം ഇല്ലാതെയാക്കുമ്പോൾ ആ തിരുനടയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് സുമംഗളമായി ആരംഭിക്കാം. വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. മണത്തണയിലെ ക്ഷേത്രങ്ങൾ, അത് ചെറുതായാലും വലുതായാലും അതിന് പിന്നിൽ ഒരുപാട് ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസങ്ങളും ഉണ്ടാവും. അതിനെ അറിയുവാനുള്ള യാത്ര നാം നടത്തുമ്പോൾ ഇപ്പോൾ നാം അരയാൽ മഠം ഗണപതി ക്ഷേത്രത്തിന് തിരുനടയിലെത്തുകയാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് എന്തെങ്കിലും നാം പറയുന്നതിനേക്കാൾ ഉചിതം വർഷങ്ങളായി ഈ ക്ഷേത്രത്തെ അറിയുന്ന, ക്ഷേത്രവിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുന്നു, അതിനേക്കാൾ കൊട്ടിയൂരിൻ്റെയും മണത്തണയുടെയും ചരിത്ര പശ്ചാത്തലങ്ങൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആധികാരികമായ അറിവുകൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അറിയുന്നതാവുമല്ലോ. അതിനായി നമ്മോടൊപ്പമുള്ളത് ശ്രീ നാമത്ത് പുത്തൻ വീട്ടിൽ ശ്രീധരൻ നായരാണ്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. കൊട്ടിയൂരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകളും ചരിത്രങ്ങളും ഒക്കെയുള്ളൊരു പ്രദേശമാണ് അരയാൽ മഠം ഗണപതി ക്ഷേത്രം. അപ്പോൾ അങ്ങേക്ക് തന്നെ ഇപ്പോൾ 30 വർഷമായിട്ട് ഈ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. മാത്രമല്ല ചെറുപ്പം തൊട്ടുള്ള ഓർമ്മകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് നമുക്ക് കൊട്ടിയൂരുമായിട്ട് ബന്ധപ്പെട്ടും ഈ അരയാൽ മഠം ഗണപതി ക്ഷേത്രം ഇപ്പോൾ വഴിയോരത്ത് നിൽക്കുന്ന ഒരു ചെറിയ ക്ഷേത്രം എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അല്ലാതെ അങ്ങ് പറയുമ്പോൾ ഈ ക്ഷേത്രം എങ്ങനെയാണ് പ്രധാനപ്പെട്ടതാകുന്നത്? കൊട്ടിയൂരുമായിട്ട് എന്തൊക്കെ ഒരു ബന്ധമുണ്ട് ഇതിന്? ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് വളരെ പഴക്കം ചെന്ന ഇതിൻ്റെ കഥ, ആളുകൾക്ക് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് ദേശത്തിൻ്റെ പല ഭാഗത്തു നിന്നും മഹാന്മാരായിട്ടുള്ള സന്യാസിമാർ വന്ന് തമ്പടിക്കാൻ പറ്റിയ, അവർക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ ഒരു പ്രദേശമായിരുന്നു. താമസിക്കാനുള്ള സൗകര്യം ഇവിടെയുള്ളതെന്ന് 4 വീട്ടിലെ ആളുകൾ ചെയ്തു കൊടുക്കും. പിന്നെ കുളം അതുപോലെയുള്ള സൗകര്യം. അങ്ങനെയുള്ള ഒരു ഭാഗമായാണ് ഒരു സന്യാസി വര്യൻ ഇവിടെ എത്തപ്പെടുന്നത്. അദ്ദേഹത്തിന് ഞാൻ അന്ന് കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത്, സാധാരണ ഒരു സന്യാസിക്കും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിൻ്റെ ചില യോഗവിദ്യയുടെ ചില പ്രകടനങ്ങൾ ഈ കുളത്തിൽ അങ്ങനെ ഈ പുത്തൻവീട്ടിൽ കാരണവർ എന്ന് പറയുന്ന അദ്ദേഹവുമായി പരിചയപ്പെടുകയും ഈ ക്ഷേത്രത്തിനകത്ത് അദ്ദേഹം കയറിയിരുന്നാണ് ഈ പ്രതിഷ്ഠ നടത്താനുണ്ടായ പ്രേരണയാണ്. അരിയാൽ വളരെ മുമ്പ് തന്നെയുണ്ട്. അതെപ്പോൾ ആരും നട്ടു എന്തെന്ന് ആർക്കും അറിയില്ല ഈ അരിയാലിൻ്റെ ചരിത്രം. പിന്നീട് അത് നശിച്ചു പോവുകയാണ് ചെയ്തത് ഈ ക്ഷേത്രം പിന്നെ പുനഃസ്ഥാപിക്കുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ കാരണവർ തിരിച്ച് കാശിയിലേക്ക് പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോയിട്ട് പിന്നെ വരുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷം. വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹം ഞാനീ പറയുന്ന യോഗിയും ഇദ്ദേഹം യോഗിയായി മാറിയാണ് പിന്നെ ഇവിടെ തിരിച്ചു വരുന്നത്. പിന്നെ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാതെ വലിയൊരു ഫുള്ളായിട്ട് ഉള്ള ഒരു അങ്കി പോലെയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് കുറേ കാലം ഇവിടെ ഇതിനകത്ത് ഇരുന്നു. അപ്പോൾ അദ്ദേഹം കയ്യിൽ കരുതി കൊണ്ടുവന്നിരുന്ന ഒരു സാളഗ്രാമം ഈ ക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആർക്കും അറിയില്ല എവിടെയാണ് വെച്ചത്. അപ്പോൾ ആ നാളിതുവരെയുള്ള ചരിത്രം എന്നെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നതും ഉറപ്പാക്കുന്നതുമായത് ഈ സാളഗ്രാമത്തിൻ്റെ അപൂർവ ശക്തിയാണ്. ഈ ഗണപതിയിലെ ആകാരത്തിലുള്ള ചെറുപ്പമായിരുന്നിട്ടും ഒരുപടി ആളുകൾ ഇപ്പോഴും എപ്പോഴും ഈ ക്ഷേത്രത്തിൽ സന്ദർശകരായി വന്നുകൊണ്ടിരിക്കും. ഇത് പ്രധാനമായിട്ടും അകത്തെ കാഴ്ചകൾ, ശ്രീകോവിലെ കാഴ്ചകൾ പറയുകയാണെങ്കിൽ വളരെ ചെറിയൊരു ഗണപതി വിഗ്രഹം, വളരെ ചെറിയൊരു ഗണപതി വിഗ്രഹമാണ്. പക്ഷെ വലിയ പീഠം സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ശിവൻ എന്ന സങ്കല്പത്തിലുള്ള ശിലയുണ്ട്, പിന്നെ സാളഗ്രാമമുണ്ട്.
ഇത്രയും വലിയ പീഠവും അതിന് മുകളിൽ ഒരു ചെറിയ ഗണപതി സങ്കല്പവും അങ്ങനെ പീഠം എന്തെങ്കിലും സങ്കല്പത്തിലാണോ പ്രതിഷ്ഠിക്കുന്നത്? അല്ല, അതാണ് അദ്ദേഹത്തിൻ്റെ ഞാനീ പറയുന്ന സന്യാസി വര്യൻ്റെ സങ്കല്പത്തിൽ ആകാരത്തിലല്ല, അതിൻ്റെ വലിപ്പച്ചെറുപ്പത്തിലല്ല, അതിനകത്ത് അന്ധകരണത്തിൽ ആന്തരികമായുള്ള ശക്തി സന്നിവേശിപ്പിക്കാൻ കഴിയുമ്പോഴാണ് ആ വിഗ്രഹം എന്നാണ് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ ഈ ക്ഷേത്രവും അതിൻ്റെ ഒരു വിശ്വാസങ്ങളും ഈ പുത്തൻ വീടിനൊക്കെ പഴശ്ശിരാജയുമായിട്ടും ചില ബന്ധം. അത് ഈ പുത്തൻ വീടാണ് ഏറ്റവും പൗരാണികമായ ആധികാരികമായുള്ള തറവാട്. അതിനുള്ള രേഖകൾ ബ്രിട്ടീഷുകാരടക്കം സ്ഥാപിച്ചതാണ്. ഈ പുത്തൻ വീട് വളരെ ദാരിദ്ര്യമുള്ള ഒരു തറവാടാണ്, സമ്പന്നമല്ല. അതിൽ ആൺതരി എന്ന് പറയുന്നത് ഈ ഒരാൾ മാത്രമാണ്. അദ്ദേഹത്താണ് ഈ പഴശ്ശിയോടൊപ്പം ഈ നാട്ടുകൂട്ടം വിളിച്ചപ്പോൾ യുദ്ധത്തിൽ നഗരേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് പഴശ്ശി ഒരു നാട്ടുകൂട്ടം, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന സ്ഥലത്തുമൊക്കെ നാട്ടുകൂട്ടം വിളിച്ചിരുന്നു. അങ്ങനെ വിളിച്ച നാട്ടുകൂട്ടത്തിൽ പോകാൻ തയ്യാറായ ഏകയാൾ ഈ പ്രദേശത്ത് ഇദ്ദേഹം, ഈ പുത്തൻവീട്ടിൽ രൈരു എന്ന് പറയുന്ന ഇദ്ദേഹം മാത്രമാണ്. ഈ രൈരുവിനെ കുറിച്ച് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട ചരിത്ര പുസ്തകങ്ങളിൽ പരാമർശമുണ്ട്. രൈരു നായർ എന്നാണ് അദ്ദേഹം. അത് ബ്രിട്ടീഷ് രേഖകളുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥിയും ആരും പഠിക്കുന്ന ചരിത്ര രേഖയിൽ രൈരു പരാമർശിക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു എന്നാണ് ഇത് ഉള്ളത്. ചില ആൾ നാടുകടത്തി എന്ന് പറയുന്നത് എന്താണ്. എന്തായാലും അദ്ദേഹത്തെ ബ്രിട്ടീഷ് വധിക്കുകയാണ് ചെയ്തത്. കാരണം അപ്പോൾ ആ പരമ്പരയിൽ പിന്നെ അവശേഷിക്കുന്ന ആളാണ് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച കാരണവർ. അപ്പോൾ അദ്ദേഹം ഒന്നുകിൽ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്ന് ഇനി ഈ പരമ്പരയിൽപ്പെട്ട ഇദ്ദേഹം കൂടി വധിക്കപ്പെടുന്നുള്ള ഭയം കൊണ്ട് ആ ശേഷിച്ച 4 സ്ത്രീകൾ ഇദ്ദേഹത്തെ അയച്ചു എന്നാണ് എവിടെയെങ്കിലും പോയിക്കോന്ന്. ആ പോയിക്കോന്ന് പറഞ്ഞതാണ് ഇദ്ദേഹത്തിനെ ആത്മീയമായി ഇങ്ങനെയൊരു തിരിച്ചുവരവിലേക്ക് സഹായിച്ചതെന്നല്ല. അപ്പോൾ അദ്ദേഹം ഈ സന്യാസി ഇവിടെ ഇരുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അരയാൽ മഠം ഗണപതി ക്ഷേത്രം ചെറിയ ക്ഷേത്രമാണ്, പ്രാധാന്യമൊന്നും നമുക്ക് തോന്നിയില്ല എങ്കിൽ പോലും കൊട്ടിയൂരിൻ്റെ പഴയ യാത്രകൾ, അതിൽ ഇദ്ദേഹം തന്നെ നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ പറയണ്ടായി, വളരെ ചെറിയ വീതി കുറഞ്ഞ ചെളി നിറഞ്ഞ വഴികളാണ് പണ്ടുണ്ടായിരുന്നത്. അത് കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട പ്രമാണിമാർക്ക് മാത്രമാണ് കാളവണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. കാളവണ്ടി പോയാൽ പോലും കാളവണ്ടിയുടെ ചക്രത്തെ ഘടിപ്പിക്കുന്ന തണ്ട് ഇരുവശങ്ങളിലും തട്ടി ഉരയുന്ന പാടുകൾ ഒരു കാലം വരെയും ഇവിടുത്തെ വഴികളിൽ ഉണ്ടായിരുന്നു അത്രേ. അതൊക്കെ ഇപ്പോൾ പോയി അത്രമാത്രം ചെറിയ വീതി കുറഞ്ഞ ചളി നിറഞ്ഞ വഴിയിലൂടെ കാൽനടയായിട്ടാണ് പണ്ട് കാലത്ത് കൊട്ടിയൂരിൽ ആൾക്കാർ തൊഴാൻ പോയിരുന്നത്. അതിൻ്റെ ഓർമ്മകളും അതിൻ്റെ ചരിത്രവും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു പ്രദേശത്ത് പഴശ്ശിരാജയെ സഹായിച്ച രൈരു നായരുടെ കുടുംബം, ആ കുടുംബത്തിന് അവകാശമുള്ള ക്ഷേത്രമാണ് അരയാൽ മഠം ഗണപതി ക്ഷേത്രം. ഗണപതി ക്ഷേത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് വരാം. മണത്തണ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം മുൻപ് കാലത്ത് സ്വാമി കോവിൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മുമ്പ് നാം പറഞ്ഞിരുന്നു കരിമ്പനയ്ക്കൽ എന്നും ചാത്തോത്ത് എന്നും 2 തറവാടുകൾ ഇവിടെ ഉണ്ടായിരുന്നതിനെക്കുറിച്ച്. അതിൽ ചാത്തോത്ത് തറവാടുമായി ചേർന്ന് നിന്നിരുന്നൊരു ക്ഷേത്രമാണ് ഇത്. എന്നാൽ ചാത്തോത്ത് തറവാടിൻ്റെ ക്ഷേത്രമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ നമുക്ക് ആവുകയുമില്ല. കഷ്ടിച്ചൊരു 150 വർഷത്തിൻ്റെ പഴക്കമേ സ്വാമി കോവിലിനുള്ളൂ എങ്കിലും ഇവിടുത്തെ മണത്തണയിലെ ഇപ്പോഴത്തെ പ്രധാന ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സാന്നിധ്യമുണ്ട്. നാം മണത്തണയിലെ ശക്തേയ പാരമ്പര്യത്തെയും അതുപോലെ തന്നെ ശിവസാന്നിധ്യത്തെയും അന്വേഷിച്ചാണല്ലോ വന്നിരിക്കുന്നത്. ശക്തേയ പാരമ്പര്യങ്ങളിലും വളരെ പ്രാധാന്യമുള്ള മൂർത്തിയാണ് സുബ്രഹ്മണ്യൻ. ശിവ ആരാധനകൾ, ശിവപരിവാര ആരാധനകളിലും പ്രാധാന്യമുണ്ട് സുബ്രഹ്മണ്യന്. അപ്പോൾ തീർച്ചയായും മണത്തണയിൽ ഒരു സുബ്രഹ്മണ്യൻ ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നാം കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ തിരുനടയിലേക്ക് നാം എത്തിയിരിക്കുന്നത്. സ്വാമി കോവിൽ എന്ന ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പുതിയൊരു കാഴ്ചയോട് കൂടിയാണ് ക്ഷേത്രം നിൽക്കുന്നത്. 150 വർഷത്തിൻ്റെ പഴക്കം നാം പറഞ്ഞുവല്ലോ. മുൻപ് കാലത്ത് ഈ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൃത്യമായി എത്ര വർഷമെന്ന് പറയാനാകില്ല എങ്കിലും പഴക്കമുള്ള ക്ഷേത്രം തന്നെയാണ്. ഇവിടെ ദണ്ഡായുധപാണിയായിട്ടാണ് സുബ്രഹ്മണ്യൻ സാന്നിധ്യമുള്ളത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു വശത്തായി അതിൻ്റെ ചിത്രം സൂക്ഷിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ദണ്ഡായുധപാണി ഭാവം, പഴനി ആണ്ടവൻ്റെ അതേ രൂപത്തിൽ ആണ്ടവൻ ഭാവത്തിൽ തന്നെയാണ് ഇവിടെ സുബ്രഹ്മണ്യൻ നിൽക്കുന്നത്. ആ ചിത്രം ഇവിടെയുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നതിന് പ്രകാരമുള്ള തങ്ക വിഗ്രഹമായിരുന്നു മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത് അത്രേ.
പക്ഷേ തങ്കവിഗ്രഹം പിന്നീട് നഷ്ടപ്പെട്ടു പോയിട്ട് അടുത്ത കാലത്താണ് ശിലയിൽ വിഗ്രഹം നിർമ്മിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ചത്. ഇപ്പോൾ നിത്യപൂജയുള്ള ക്ഷേത്രമായി ഇത് മാറിയിരിക്കുന്നു. രാമായണ പുണ്യം വിതറുന്ന കർക്കിടക മാസ സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കാൻ രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ലൗകിക ജീവിതത്തിൽ രാമായണത്തിന്റെ പ്രസക്തി, രാമായണ വിചാരവുമായി പ്രശസ്ത നോവലിസ്റ്റും ചിന്തകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ. സകലാഭീഷ്ട സിദ്ധിയാണ് രാമായണത്തിൻ്റെ ഫലശ്രുതി. നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും രാമായണ പാരായണത്തിലൂടെ സാധിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കർക്കിടക സന്ധ്യകളെ വിശുദ്ധമാക്കാൻ രാമായണ മാസ പ്രത്യേക സന്ധ്യാദീപം ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. പാലാഴിയിൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണു, 1000 ശിരസുള്ള അനന്തൻ. മനോഹരവും പഴക്കവുമുള്ള ഒരു ദാരുരൂപം കണ്ടുകൊണ്ടാണ് ഈ ഒരു സ്വാമി കോവിലിനുള്ളിലേക്ക് നാം പ്രവേശിക്കുന്നത്. സുബ്രഹ്മണ്യ ആരാധന ശൈവാരാധന സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എങ്കിലും വൈഷ്ണവ സ്വാധീനം കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ വൈഷ്ണവ ചിഹ്നങ്ങൾ കണ്ടുകൊണ്ട് നാം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു എന്ന് സാരം. പുതുക്കിപ്പണിയലുകൾ പൂർത്തിയായിട്ടേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ എല്ലാ പുതുക്കിപ്പണികളും പൂർത്തിയായി എങ്കിലും ചിലത് പഴയത് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പുറത്തെ ദാരുരൂപം നമുക്ക് പഴയ ആ ദാരുരൂപം തന്നെ കാണാനായത്. ഇനി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കാണുന്ന തൂണുകളും പഴക്കമുള്ളത് തന്നെയാണ്. മനോഹരമായിട്ടുണ്ട് ഈ തൂണ്. സാധാരണ നാം കാണുന്നതിന് വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ തൂണ് തന്നെ നോക്കിയാൽ തൂണുകൾ മുകൾ തട്ടിനെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. ഈ താങ്ങി നിർത്തിയിരിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൽ ചില ഈശ്വര രൂപങ്ങളുമുണ്ട്. പ്രധാനമായും ഇവിടെ കാണുവാനാകുന്ന ഗണപതി രൂപത്തെയാണ്. ഗണപതി രൂപം, പിന്നെ നന്ദികേശൻ, അത് കഴിഞ്ഞ് മുരുകൻ്റെ വാഹനമായ മയിലിനെയും ഇവിടെ കാണും. ഇനി നേരെ എതിർവശത്താണെങ്കിൽ ശിവപാർവതിമാരുടെ സാന്നിധ്യമാണ് ഉള്ളത്. ശിവപാർവതിമാർ ഒരേ പീഠത്തിലിരിക്കുന്ന ഒരു രൂപം, ദാരുരൂപം കാണാം. അവിടെയും നമുക്ക് പിന്നെ മുരുകൻ്റെ തന്നെ മറ്റൊരു അടയാളം, കൊടിയടയാളം എന്ന് വിശ്വസിക്കുന്ന കോഴിയുടെ രൂപം ഇവിടെയുണ്ട്. പിന്നെ ദണ്ഡായുധപാണിയായ മുരുകരൂപവും. അതായത് ഈ 2 തൂണുകളിൽ തന്നെ മഹാദേവൻ, ശ്രീപാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, ഇത്രയും രൂപങ്ങളെ കണ്ടിട്ടാണ് നാം അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇനി അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദൈവരൂപങ്ങളില്ല. വ്യാളി രൂപങ്ങളും ഒരു ആനയുടെ രൂപവും പിന്നെ പുഷ്പദലങ്ങളുമാണ് മറ്റ് 2 തൂണുകളിലും ഉള്ളത്. അപ്പോൾ വളരെ അലങ്കരിക്കപ്പെട്ടിരുന്ന മനോഹരമായിരുന്ന ഒരു ക്ഷേത്രമാണ് ഇതെന്ന്, ദാരുവിൽ തന്നെയാണ് മുഴുവൻ ക്ഷേത്രവും ഉണ്ടായിരുന്നതെന്നൊക്കെ മനസ്സിലാക്കാനാകും. പണ്ട് ഇവിടെ മണത്തണയിൽ പൊതുവായും കുടുംബത്തിൻ്റെ ക്ഷേത്രങ്ങൾ കോവിലുകൾ എന്നറിയപ്പെടുകയും സമൂഹത്തിൻ്റെ മുഴുവൻ, അതായത് ഒരു ജനസമൂഹത്തിൻ്റെ മുഴുവൻ ക്ഷേത്രങ്ങൾ, വിശ്വാസ കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങളെന്നും അറിയപ്പെട്ടിരുന്നു. ഇത് പണ്ട് സ്വാമി കോവിൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്ന് ഇത് HRNC ഏറ്റെടുക്കുകയും സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് തന്നെ അറിയപ്പെടുകയും ചെയ്യുന്നു. മര അഴിക്കൂടാണുള്ളത്. മര അഴിക്കൂടിനകത്ത് മറ്റൊരു ശ്രീകോവിലുണ്ട്. ഈ ശ്രീകോവിലിനും അകത്താണ് ദണ്ഡായുധപാണിയുടെ മനോഹരമായ വിഗ്രഹമുള്ളത്. गिरितनया सुतकाङ्गपयोदित कन्दसुवासित बालतनो गुणगणभूषण कोमलभाषण क्रौञ्चविदारण कुन्दतनु. ദണ്ഡായുധപാണിയുടെ ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾക്ക് വലിയ പ്രത്യേകതകളൊന്നുമില്ല. പക്ഷേ മണത്തണയിലെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നാം കണ്ടിരിക്കണമല്ലോ. ദണ്ഡായുധപാണി സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ പഴനിമലയിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെയാണ്. അപ്പോൾ പഴനിക്ക് സമമായൊരു ക്ഷേത്രമാണ് ഇത് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ശ്രീകോവിൽ വലം വെച്ച് വരുമ്പോൾ ചില പ്രത്യേക സാന്നിധ്യങ്ങളും സന്നിധികളും നമുക്ക് കാണാനാകും. പഴനിയിലെ വിശ്വാസങ്ങൾ നമുക്കറിയാമല്ലോ. നാരദർ കൊണ്ടുകൊടുത്ത വിശിഷ്ടമായ ഫലം അത് ആർക്ക് ലഭിക്കണമെന്ന്, ആരാണോ ഈ ലോകത്തെ മുഴുവനും ചുറ്റി വരുന്നത് അവർക്ക് ലഭിക്കുമെന്ന് ശിവപാർവതിമാർ പറഞ്ഞപ്പോൾ ഗണപതി അച്ഛനെയും അമ്മയും വലം വെച്ച് ഇതാണ് എൻ്റെ ലോകമെന്ന് പറയുകയും സുബ്രഹ്മണ്യൻ മയിലിന് മേലേറി ലോകം മുഴുവനും ചുറ്റി മടങ്ങി വരികയും ചെയ്തു.
പക്ഷേ ഗണപതിക്ക് ഫലം ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ പിണക്കത്തിൽ കൈലാസം വിട്ട് താഴേക്ക് വന്നിട്ടാണ് പഴനിയിൽ സ്ഥാനമായത്. ഈ പഴനിയിൽ സ്ഥാനമായപ്പോൾ പഴനിമലയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇടുമ്പനുമായി ബന്ധപ്പെട്ടൊരു ഐതിഹ്യം കൂടിയുണ്ടല്ലോ അവിടെ. ഇടുമ്പനാകട്ടെ അഗസ്ത്യമുനിയുടെ ശിഷ്യനാണ്. അഗസ്ത്യമുനി ഒരിക്കൽ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ശിവഗിരി എന്നും ശക്തിഗിരി എന്നും പേരുള്ള 2 മലകൾ കൊണ്ടുവരുവാനായിട്ട് ഇടുമ്പനെ നിയോഗിക്കുകയാണ്. ഇടുമ്പൻ ഇത് രണ്ടും തോളുകളിലേന്തി കാവടി പോലെ ചുമന്നുകൊണ്ടുവരുന്ന സമയത്ത് ഇടയ്ക്ക് വിശ്രമിക്കുവാനായി ഒരിടത്ത് ഇറക്കി വെക്കുകയും അപ്പോൾ അതിലൊരു മലകൾക്ക് മുകളിൽ സുബ്രഹ്മണ്യൻ സാന്നിധ്യമാവുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹത്തിന് വിശ്രമിച്ച് കഴിഞ്ഞിട്ട് ഉയർത്താനാകാതെ വന്നപ്പോഴാണ് ഈ ഒരു കുഞ്ഞ് അതിന് മുകളിലിരിക്കുന്നത് കണ്ടത്. കുഞ്ഞിനെ അവിടെ നിന്ന് ഇറക്കി വിടുവാൻ വേണ്ടി പിന്നീട് ഇവർ തമ്മിലൊരു യുദ്ധം ഉണ്ടാവുകയും ഇടുമ്പൻ്റെ ഭക്തിയെ തിരിച്ചറിഞ്ഞ് സുബ്രഹ്മണ്യൻ ഇടുമ്പനെ അനുഗ്രഹിക്കുകയുമാണ് ഉണ്ടായത്. ഈ കഥ ഇവിടെ പറയാനൊരു കാരണമുണ്ട്. ദണ്ഡായുധപാണി അല്ലെങ്കിൽ സുബ്രഹ്മണ്യ കോവിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ഈ കാണുന്ന തറ ഇടുമ്പൻ്റെ സാന്നിധ്യമെന്നാണ് വിശ്വസിക്കുന്നത്. മുത്തമിഴ് വടിവേ മുരുകാ പോറ്റി, മുന്നിன்று കാക്കും മറുകാ പോറ്റി, സത്യ നെറിയേ ഷൺമുഖാ പോറ്റി, ശങ്കരൻ മകനെ സമത്തുവാ പോറ്റി. മണത്തണ ദേശങ്ങളിൽ ചെറിയ തോതിൽ കർണാടകയുടെ സ്വാധീനമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാനാകും. കാരണം ഒരു മലകൾക്കപ്പുറത്ത് കർണാടകയാണ്. എന്നാൽ ഇവിടെ ഒരു കാലത്ത് തമിഴ് സ്വാധീനം കൂടി ഉണ്ടായിരുന്നുവോ എന്ന് സംശയം തോന്നിക്കുകയാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം കാണുമ്പോൾ. ചാത്തോത്ത് തറവാടിൽ എപ്പോഴെങ്കിലും ഒരു തമിഴ് സ്വാധീനം വന്നതുകൊണ്ടാണോ തറവാടിനോട് ചേർന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രം വന്നത് എന്നാണ് ആ സംശയം വരുന്നതിന് കാരണം. എന്നാൽ ആ സംശയത്തെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ മറ്റൊരു പ്രതിഷ്ഠ കൂടി ഇവിടെയുണ്ട്. ഇത് കറുപ്പസ്വാമി എന്ന സാന്നിധ്യമാണ്. സാധാരണ തമിഴ്നാടുകളിലാണ് നമുക്ക് കറുപ്പസ്വാമിയുടെ സാന്നിധ്യത്തെ കാണുവാനാകുന്നത്. കറുപ്പസ്വാമി, കടുത്തസ്വാമി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഈശ്വരമൂർത്തി അയ്യപ്പൻ സങ്കല്പങ്ങളുമായി ചേർന്നും നാം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കറുപ്പസ്വാമിയുടെ സാന്നിധ്യമാണ് ഇവിടെ വിശേഷാൽ വിധി പൂജകളും മറ്റ് ആചാരങ്ങളും ഒക്കെ നടപ്പിലാക്കാറുണ്ട്. സൃഷ്ടിയെ നോക്ക സരവണ ഭവന ശിഷ്ടര